വാതുവയ്പ് കേസിൽ ശ്രീശാന്ത് പോലീസ് പിടി. IPL വാതുവെപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉൾപ്പെടെ 3 രാജസ്ഥാൻ റോയൽസ് കളിക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി പോലീസിന്റെ പ്രത്യേക സെല്ലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. രാജസ്ഥാൻ റോയൽസിന്റെ അങ്കിത് ചവാൻ, അജിത് ചണ്ടേല എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് കളിക്കാർ. 7 വാതുവെപ്പുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ 3 കളിക്കാരെയും IPL നിന്ന് പുറത്താക്കി. IPL വാതുവെപ്പിൽ പണം നഷ്ടമായതിനെ തുടർന്ന് ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോവുകയും മോചനപ്പണം ലഭിക്കാത്തതിനെ തുടർന്ന് കൊന്നുകളയുകയും ചെയ്ത വാർത്ത പുറത്തുവന്ന് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പാണ് ക്രിക്കറ്റ് കളിക്കാർ വാതുവെപ്പിൽ ഉൾപ്പെട്ടെന്ന വാർത്ത പുറത്തുവന്നത്. വാതുവെപ്പിൽ പങ്കെടുത്തെന്ന കണ്ടെത്തലിനെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉൾപ്പെടെ 3 കളിക്കാരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിലെ ഹോട്ടലിൽ വെച്ച് പുലർച്ചെയായിരുന്നു അറസ്റ്റ്. നേരത്തെ തന്നെ 3 കളിക്കാരും തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. വാതുവെപ്പുകാരുടെ ഉൾപ്പെടെ 70 ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. എന്നാൽ ഏതൊക്കെ മത്സരങ്ങളിൽ ഒത്തുകളി നടന്നെന്ന കാര്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 7 വാതുവെപ്പുകാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ഡൽഹിയിലേക്ക് കൊണ്ടുവരും. കളിക്കാരെ അറസ്റ്റ് ചെയ്ത വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണെന്ന് രാജസ്ഥാൻ റോയൽസ് പ്രതികരിച്ചു. ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയ റോയൽസ് BCCIയുമായി ബന്ധപ്പെട്ട ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്ന് അറിയിച്ചു. മീഡിയ 1, ഡൽഹി. അറസ്റ്റിലായ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവരെ ഡൽഹി സാകേത് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ലോധി റോഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ലിജോ വർഗീസ് ചേരുന്നു. ലിജോ, ഏതൊക്കെ വകുപ്പുകളാണ് അറസ്റ്റിലായവർക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്? ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? അജിംസ്, ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് ഗൂഢാലോചന അതുപോലെ തന്നെ വഞ്ചന കുറ്റങ്ങളാണ് ഇവർക്ക് നേരെ ചുമത്തിയിട്ടുള്ളതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രത്യേക ആന്റി ടെറർ സ്ക്വാഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും അറിയുന്നു. അതുകൊണ്ട് തന്നെ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണിത്. ഏതായാലും ശ്രീശാന്തിനെയും കൂടെയുള്ള ആളുകളെയും ഇപ്പോൾ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തും. തുടർന്ന് സാകേത് കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ലോധി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം ഇന്ന് 3 മണിക്ക് ഡൽഹി പോലീസ് കമ്മീഷണർ നീരജ് കുമാർ വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. അജിംസ്, വിവരങ്ങൾ നൽകിയത് ലിജോ വർഗീസ്, ഡൽഹിയിൽ നിന്ന്. ശ്രീശാന്ത് വാതുവെപ്പിൽ പങ്കാളിയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് അമ്മ സാവിത്രി ദേവി. ശ്രീശാന്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയാനായി കുടുംബം ഡൽഹിയിലേക്ക് പോകുന്നുണ്ടെന്നും സാവിത്രി ദേവി പറഞ്ഞു. ഇന്ത്യൻ ടീമിലേക്ക് ശ്രീശാന്ത് തിരിച്ചു വരാതിരിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് സഹോദരിയുടെ ഭർത്താവ് മധു ബാലകൃഷ്ണൻ ആരോപിച്ചു. ധോണിയും ഹർഭജൻ സിംഗുമാണ് ഇതിന് പിന്നിലെന്നും ഗായകൻ കൂടിയായ മധു ബാലകൃഷ്ണൻ ആരോപിച്ചു. ഇത് തീർച്ചയായിട്ടും ട്രാപ്പിൽ പിടിച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ശ്രീശാന്ത് ഒരിക്കലും മാച്ച് ഫിക്സിങ്ങിന് അനുകൂലമായിട്ട് ഉള്ള ഒരാളല്ല. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്തിട്ടുള്ള മാത്രമല്ല, ശ്രീശാന്ത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാതെ ഇരിക്കാനും ശ്രീശാന്തിന്റെ കല്യാണം നടക്കാതിരിക്കാനും കൂടിയുള്ളൊരു തന്ത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് ധോണി ഒരിക്കലും ഏതൊരു ഇന്റർവ്യൂലോ ആരോട് സംസാരിച്ചപ്പോഴോ പറഞ്ഞു ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ എന്തായാലും ഇനി കളിക്കില്ല എന്ന് ധോണി പറഞ്ഞതായിട്ടും ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പിന്തുണ. ശ്രീശാന്ത് കെണിയിൽപ്പെട്ടതാവുമെന്നാണ് കരുതുന്നതെന്ന് KCA സെക്രട്ടറി TC മാത്യു പ്രതികരിച്ചു. അറസ്റ്റിൽ ദുഃഖം തോന്നിയെന്ന് കേന്ദ്രമന്ത്രി ശശി തരൂരും പ്രതികരിച്ചു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ശ്രീശാന്ത് കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയില്ലെന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ഒരു പ്രോസസ്സുണ്ട്, അതിന് തെളിവ് കൊണ്ടുവരട്ടെ. ഒരു കോടതി പ്രോസസ്സ് എല്ലാം കണ്ട ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അദ്ദേഹം ദോഷം ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല. ശ്രീശാന്ത് തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി TC മാത്യു പറഞ്ഞു. സ്പോട്ട് ഫിക്സിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത പല ആളുകളും ഒരു മാച്ചിൽ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബെറ്റിംഗ് ഒക്കെ അത് പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അത് ആരും അറിയണമെന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു റാക്കറ്റ് ഇവരെ സോളിസിറ്റ് ചെയ്ത് കൊണ്ടുപോയി ട്രാപ്പിൽപ്പെടുത്താവാനാണ്.
കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവരെ ആജീവനാന്തം കളിയിൽ നിന്ന് വിലക്കേർപ്പെടുത്തണമെന്ന മുൻ ക്രിക്കറ്റ് താരം കീർത്തി ആസാദ് പ്രതികരിച്ചു. Because if you take it on yourself and then you say, okay, we give him one year live ban, we are going to do it through our own vigilance, is no good. It should straight away be given to the police, let them take action, and they should be given a life ban rather than just 1 year ban. Which I feel News Desk, is, Media One. when you talk about cricket. 2005-ൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയതു മുതൽ വിവാദങ്ങളുടെ തോഴനായിരുന്നു ശ്രീശാന്ത്. കളിക്കളത്തിലെ അമിത ആഘോഷ പ്രകടനങ്ങൾ, എതിർ താരങ്ങളോടുള്ള മോശം പെരുമാറ്റം, സഹതാരങ്ങളുമായുള്ള മോശം ബന്ധം, കളത്തിന് പുറത്തെ അച്ചടക്ക ലംഘനങ്ങൾ, അങ്ങനെ നിരവധി വിവാദങ്ങൾ. ഒടുവിൽ സ്പോട്ട് ഫിക്സിംഗിന് അറസ്റ്റിലാകുമ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്ററുടെ കരിയറിനാണ് വിവാദങ്ങൾ തിരശ്ശീലയിടുന്നത്. 2005 ഒക്ടോബർ 25-ന് ശ്രീലങ്കക്കെതിരെ ഏകദിനത്തിലാണ് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം നടത്തുന്നത്. 2006 മാർച്ച് 1-ന് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിലും അരങ്ങേറ്റം കുറിച്ചു. ഫാസ്റ്റ് ബോളർമാരുടെ ദാരിദ്ര്യം നേരിടുന്ന ഇന്ത്യൻ ടീമിന് ലഭിച്ച പ്രതിഭാധനനായ ബോളറായിരുന്നു ശ്രീശാന്ത്. പക്ഷേ കളത്തിനകത്തും പുറത്തും നടത്തിയ മോശം പെരുമാറ്റങ്ങൾ ഇന്ത്യൻ ടീമിലും ആരാധകർക്കിടയിലും വില്ലൻ പരിവേഷമാണ് ശ്രീക്ക് ലഭിച്ചത്. കളത്തിൽ നടത്തിയ അമിതാവേശത്തിന് ക്യാപ്റ്റനും ടീം മാനേജ്മെന്റും ശ്രീയെ പലതവണ ശാസിച്ചു. ക്യാപ്റ്റൻ ധോണി പത്രസമ്മേളനത്തിനിടെ പരസ്യമായി ശ്രീക്കെതിരെ സംസാരിച്ചു. അനുസരണക്കേട് തുടർന്നതിനെ തുടർന്ന് മികച്ച ഫോമിലുള്ളപ്പോഴും ടീമിൽ നിന്ന് പുറത്തായി. രഞ്ജി ട്രോഫിയിലെ കേരള ടീമിന്റെ പരിശീലനം ഉപേക്ഷിച്ച് സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്തതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായും ഇടഞ്ഞു. ഇതിന്റെ പേരിൽ ടീമിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ടു. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ റിക്കി പോണ്ടിങ്ങും മാത്യു ഹേഡൻ, സൈമൺസ് എന്നിവരുമായി കളത്തിൽ വഴക്കുണ്ടാക്കി. പ്രഥമ IPL സീസണിൽ കിങ്സ് 11 പഞ്ചാബിന്റെ താരമായിരുന്നു ശ്രീശാന്ത്. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിന് ശേഷം മുംബൈ താരം ഹർഭജൻ സിംഗ് ശ്രീശാന്തിനെ തല്ലിയെന്ന ആരോപണം വീണ്ടും ശ്രീയെ വാർത്തകളിൽ നിറച്ചു. ശ്രീശാന്ത് കരയുന്ന ദൃശ്യങ്ങൾ ടെലിവിഷൻ ചാനലുകളിൽ ലോകം തത്സമയം കണ്ടു. ഈ ആരോപണത്തിൽ വെളിപ്പെടുത്തലുകളുമായി അടുത്തിടെ രംഗത്തെത്തിയത് വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിച്ചു. സംഭവത്തിൽ ക്രിക്കറ്റ് ബോർഡ് ശ്രീയെ ശാസിക്കുകയും ചെയ്തു. ഒടുവിൽ സ്പോട്ട് ഫിക്സിംഗിന് അറസ്റ്റിലാകുമ്പോൾ പ്രതിഭാധനനായ ഒരു ക്രിക്കറ്ററുടെ കരിയറിന് വിവാദങ്ങൾ കട്ടനിടുകയാണ്. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ആജീവനാന്തം വിലക്കാണ് ശ്രീയെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.